വെൽക്കം ടു കണ്ടായിട്ട് വ്ളോഗ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ മുടി കറുപ്പിക്കാനുള്ള ഒരു ഓയിലാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ആകെ വേണ്ടത് ആ സാധനം നമ്മുടെ വെളുത്തുള്ളിയുടെ തോലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കി. അപ്പോൾ ഇഷ്ടം പോലെ തോലുണ്ട്. അപ്പോൾ എന്തിനാ എത്ര എടുക്കുന്നതായിരിക്കും, പക്ഷെ നമ്മൾ എത്ര എടുത്താലാണ് നമുക്ക് കുറച്ച് എങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിനകത്തുനിന്ന് അതിൻ്റെ കോലും കുന്തവും സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ മാറ്റി കളഞ്ഞിട്ട് നമുക്ക് തോല് മാത്രം എടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ചീനച്ചട്ടിയിലോട്ട് ഇട്ടിട്ട് ഒരു ചെറു തീയിൽ ഇതിനെ ഇട്ടിട്ട് നല്ല കരിഞ്ഞ് വരുന്ന പരുവം പോലെ നമുക്കിതിനെ വറുത്തങ്ങ് എടുക്കണം. അതാണ് ഇനി പണി. അപ്പോൾ ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. അത് വറുത്തെടുക്കുന്ന സമയത്ത് നമുക്കിതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളങ്ങ് പറയാമല്ലോ. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രായമായി വരുമ്പോഴാണ് നരയും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലേ. ഇപ്പോൾ ചെറിയ പിള്ളേർക്ക് മുതൽ ഇങ്ങനെ നരയും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലേ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഇതുകളിൽ നിന്ന് വരുന്നതും അതേപോലെ കാലാവസ്ഥയും എല്ലാം അതിന് വെള്ളവും ഒക്കെ അതിന് എന്താ പറയുക, ഇപ്പോൾ ഒരുപാട് കെമിക്കലും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓരോന്നായിട്ട് സോപ്പായാലും ഷാമ്പായാലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പം നരയൊക്കെ പെട്ടെന്ന് തന്നെ ഓടിയെത്തുന്നത് അല്ലേ, പ്രായമായില്ലെങ്കിലും. അപ്പോൾ അതിനൊക്കെ തടയാനായിട്ട് വളരെയധികം നാച്ചുറലായിട്ടുള്ള ഒരിതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴേ തുടങ്ങി നമുക്ക് കുഞ്ഞുങ്ങൾക്കായാലും അതേപോലെ തന്നെ വലിയവർക്കായാലും ഇപ്പോഴേ അതിങ്ങനെ തേച്ച് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് മുടി ഇങ്ങനെ വെളുത്ത് വരുന്ന ആ ഒരു പരിപാടിനെ നമുക്കങ്ങ് മാറ്റിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ വറുത്തെടുക്കണം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലീവ് ഓയിലാണ് കുറച്ചും കൂടി ഗുണമുള്ളത് കേട്ടോ. അപ്പോൾ ഒലീവ് ഓയിൽ ഇത്തിരി കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. പക്ഷേ ഒലീവ് ഓയിൽ കയ്യിലുള്ളവർ ഒലീവ് ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ആയാലും അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ചിലവർക്ക് അങ്ങനത്തെ ഓയിലുകൾ പറ്റില്ല. നമുക്ക് ചിലപ്പോൾ വെളിച്ചെണ്ണ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയെന്നുള്ളവർ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചോ, അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഏകദേശം നല്ലപോലെ വറുത്ത് വരുന്നുണ്ട്. പക്ഷേ ശരിക്കും ഇതിൻ്റെ നല്ല കറുകുന്നാവണം, എന്നാലാണ് നമുക്ക് നല്ലപോലെ ഇതിനെ പൊടിച്ചങ്ങ് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ തീ കൂട്ടിയിട്ട് പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ അടിഭാഗം മാത്രം കരിഞ്ഞ് വരുള്ളൂ, മേളിലുള്ളതൊന്നും അങ്ങനെ ആവില്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ നമ്മൾ നല്ല കറുകറുന്നാക്കി ഒരുവിധം നല്ല സെറ്റാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലപോലെ ഒന്നങ്ങ് ചൂടാറിക്കോട്ടെ. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഇതിനെ നമുക്ക് നല്ലപോലെ പൊടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറ് നമ്മൾ കഴുകി ഉണക്കിയൊക്കെ വെച്ചേക്കുന്നത് എടുക്കണം കേട്ടോ. ഒരു തരി വെള്ളം പോലും ഉണ്ടാവാൻ പാടില്ല. ഇനിയിപ്പോൾ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ച് ഒന്ന് വെയിലത്തോട്ടൊക്കെ ഒന്ന് വെച്ച് വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ട് നമുക്കിതിനെ പൊടിച്ച് നല്ല നൈസാക്കി അങ്ങ് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ തീ കൂട്ടിയിട്ട് പെട്ടെന്ന് പണി തീർക്കാമെന്ന് വിചാരിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടിയുമ്പോൾ നൈസായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടില്ല. പിന്നെ നമുക്കത് അരിച്ചെടുക്കേണ്ട ഒരു പണിയും കൂടി എക്സ്ട്രാ വരും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കുറച്ച് നേരം എടുക്കുന്നുണ്ടെങ്കിലും ഒരു ചെറു തീയിലിട്ടിട്ട് അങ്ങ് ഇളക്കി അങ്ങ് ഇതേമാതിരി നല്ല കറുകറുന്നാക്കി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈസായിട്ട് നമുക്ക് പൊടിഞ്ഞങ്ങ് കിട്ടും കേട്ടോ. ഇനി വളരെ നൈസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമ്മുടെ അരിപ്പ് ഉണ്ടാവില്ല, അതിനകത്തൊന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം റെഡി. അപ്പോൾ വേണ്ട നല്ല സുഖമായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിനൊരു ഗ്ലാസ് ബോട്ടിലെടുക്കുക. നമ്മുടെ കുഞ്ഞ് ഗ്ലാസ്സിന്, അതായത് ചില്ലിൻ്റെ കുപ്പി ഉണ്ടാവില്ലേ, അതെടുക്കുക. അതിനകത്തോട്ട് ഇതിനെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു പേസ്റ്റ് പരുവത്തിലായി കിട്ടുന്ന, അത് നമ്മൾ എടുക്കുന്ന ആ ക്വാണ്ടിറ്റി അനുസരിച്ച്, ഇപ്പം നമ്മൾ ഒരുപാട് വെളുത്തുള്ളിയുടെ തോലെടുത്തിട്ട് നമുക്കത് പൊടിഞ്ഞ് വന്നപ്പോൾ കുറച്ച് കിട്ടിയിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അത് നല്ല പേസ്റ്റ് പരുവത്തിൽ ആവാനായിട്ടുള്ള അത്രയും ഒന്നില്ലെങ്കിൽ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ തനി നാടൻ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒഴിക്കല്ലേ. അപ്പോൾ ഞാനിപ്പോൾ നാടൻ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇനിയാണ് ഇതിപ്പോൾ ഉണ്ടാക്കി നമ്മൾ അപ്പം തന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് മിനിമം ഒരു 7 ദിവസം, അതായത് ഒരാഴ്ച ഇതിനെ നമ്മൾ പുറത്ത് വയ്ക്കാം. അതായത് അധികം വെയിലും കാര്യങ്ങളൊന്നും തട്ടാത്ത രീതിയിൽ നമ്മുടെ മുറിക്കകത്ത്, അതായത് റൂം ടെമ്പറേച്ചറിൽ ഒരു 7 ദിവസം ഇത് വെച്ചാലാണ് നമ്മുടെ ഈ വെളിച്ചെണ്ണയും ഈ നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലി പൊടിച്ചുണ്ടാക്കി അതും തമ്മിൽ അവിടെ ഒരു സംഭവമൊക്കെ നടന്ന് നല്ല സെറ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കണേ. ഇനി ഉപയോഗിക്കേണ്ട രീതിയും എങ്ങനെയാണ് കാര്യങ്ങളെന്നും ഒക്കെ പറഞ്ഞുതരാം കേട്ടോ. അതേ കണ്ട, ഇതിപ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിലായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആരും റെഫ്രിജറേറ്ററിലൊന്നും കൊണ്ടുവയ്ക്കരുത്, അതായത് നമ്മുടെ ഫ്രിഡ്ജിലൊന്നും കയറ്റി വെക്കരുത്. സാധാ ആൾ പുറത്തങ്ങിരുന്നോളും, ഒരു പ്രശ്നമില്ല.
അപ്പോൾ നല്ല സെറ്റായിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നല്ല എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാനായിട്ട് നമ്മുടെ ഇച്ചുമണിയുടെ തല തന്നെയാണ് കേട്ടോ. ഞാൻ ആളുടെ മുടിയിൽ തന്നെയാണ് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. എൻ്റെ മാമ കറക്റ്റായിട്ട് കാണാൻ പറ്റില്ലല്ലോ, അതാണ്. അപ്പോൾ അത് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം നല്ല ഒരു ചെമ്പ കളറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കറുപ്പിക്കാം. അപ്പോൾ അതിനകത്ത് നിന്ന് ഒരു 1/2 സ്പൂൺ മതി കേട്ടോ, 1 സ്പൂൺ അല്ലെങ്കിൽ 1/2 സ്പൂൺ, അതൊരു നമ്മുടെ മുടിയുടെ ഒരു അതനുസരിച്ച് എടുത്തിട്ട് നല്ലപോലെ കയ്യിലിട്ട് ഒന്ന് ഇതാക്കി തേച്ചതിന് ശേഷം നമ്മൾ മുടിയിൽ മാത്രം അതൊന്ന് അങ്ങ് തടവി കൊടുക്കാം. അല്ലാതെ നമ്മൾ തലോട്ടിയിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കോമ്പ് വെച്ചിട്ട് ഒരു ചീർപ്പ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചീകി അങ്ങ് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് നൈറ്റാണ് കേട്ടോ. രാത്രി നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മളിത് ചെയ്യുക. അപ്പോൾ ഇതുകൊണ്ട് തലനീരിറങ്ങി ജലദോഷ കാര്യങ്ങളൊന്നും വരില്ല. കാരണം നമ്മൾ എണ്ണ തേച്ച് പിടിപ്പിക്കുകയൊന്നുമല്ല ചെയ്യുന്നത്, ലൈറ്റായിട്ട് അതൊന്ന് നമ്മുടെ ഹെയറിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇതാ നല്ലപോലെ മുടി അങ്ങ് കെട്ടി അങ്ങ് വെക്കാം. എന്നിട്ട് മോർണിംഗ് നമ്മൾ നോർമലായിട്ട് വാഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടിക്ക് നരയോ കാര്യങ്ങളോ ഒന്നും വരില്ല, നല്ല സൂപ്പറായിട്ടിരിക്കും. ഇനി നര ഉള്ളവരാണെങ്കിൽ ഇത് ഒന്നരാടിട്ട് ഇതേമാതിരി നല്ല പോലെ നരയുള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പിറ്റേ ദിവസം, അതായത് നൈറ്റ് തന്നെയാണ് ചെയ്യുന്നത്, പിറ്റേ ദിവസം കുളിച്ച അത്ര എഫക്റ്റ് കിട്ടില്ല. അത് 2 ദിവസം കഴിഞ്ഞിട്ട് മാത്രം തല കഴുകാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 6 മാസത്തോളമൊക്കെ ചെയ്താലാണ് കേട്ടോ അതിൻ്റെ ഒരു എഫക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലേ കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.